വർഷങ്ങൾക്ക് മുൻപ് 2009 ഏപ്രിൽ മാസത്തിൽ ശ്രീമാൻ തോമസ് കുരുവിള, ഷിബു കെ പി, ജേക്കബ് തോമസ്, അവനീഷ് പണിക്കർ, മൊറോവർ, മുരളി മേനോൻ പിയാണോ തുടങ്ങിയ ഷിനോജ് കലാടൻ തുടങ്ങിയ ബഹുമുഖ പ്രതിഭകളുടെ വീക്ഷണ ദൃഷ്ടിയിൽ വിഷനിൽ ഉയർന്നു വന്ന മലയാളി പത്രം ഇന്ന് 15 വർഷം പൂർത്തിയാക്കുകയാണ്. Lighting of Marfest. So can I please request everyone to stand up and on the count of 1, 2 and 3. Wow, that's really great. So 15 years, as I understand, since the start of the Malayali Putram newspaper. വലിയ പ്രാധാന്യമുള്ള ഒരു കാലത്ത് വിഷ്വലുകളിലൂടെ നമുക്ക് വാർത്തകൾ എത്രയും വേഗം എത്തിക്കുക എന്ന് പറയുന്ന ധർമ്മമാണ് നാലാമൻ നിർവഹിക്കാൻ പോകുന്നത്. നാലാമൻ എന്ന യൂട്യൂബ് ചാനൽ ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നിരവധി റേഡിയോ നാടകങ്ങളും ചെറുകഥാ സമാഹാരങ്ങളും രചിച്ച 2018 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ഹൂ ഈസ് അഫ്രൈഡ് ഓഫ് VKN പോലുള്ള സാഹിത്യ കൃതികളുടെ രചയിതാവാണ് അദ്ദേഹം. 1969 തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ ജനിച്ച അദ്ദേഹം സ്കന്ദൻ പോലുള്ള DC ബുക്സ് പ്രസിദ്ധീകരിച്ച വിവിധ സൃഷ്ടികൾ രചിച്ച വ്യക്തി കൂടിയാണ്. ശ്രീ VK രമേശ് പ്രഭാഷണത്തിനായി ഈ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. അദ്ദേഹം അവതരിപ്പിക്കുന്ന വിഷയം എഴുത്തിന്റെ അകത്തളങ്ങൾ. വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ ആർദ്രമായ രൂപത്തിൽ ചരിത്രത്തെ സമീപിക്കുന്ന കടൽ തീരത്ത് പോലുള്ള അല്ലെങ്കിൽ അതുപോലുള്ള പല കഥകളും ഉണ്ട്. അത് ചരിത്രത്തെ ആർദ്രമാക്കുന്ന വേറൊരു രീതിയാണ്. അത് അങ്ങനെ ഒരുപാട് രീതിയിൽ ചോദ്യം ചെയ്യലിന് വിധേയമാകുന്നു സമൂഹം എന്നുള്ള രൂപത്തിൽ ആധുനിക സാഹിത്യം ഏതാണ്ട് പെരുമാറി. ഇങ്ങനെ സാഹിത്യത്തിന്റെ ഉള്ളറകളിലേക്ക് മനുഷ്യ മനസ്സ് മെല്ലെ മെല്ലെ കടന്നു വരുന്നതിന്റെ ഒരു ചിത്രമാണ് ജനാധിപത്യത്തിന്റെ ഒരു വികസിച്ചു വരുന്ന ഒരു മാതൃകയിലൂടെ സാഹിത്യത്തെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം. ഏതാണ്ട് അതിനുശേഷം ഉണ്ടാവുന്ന ഒരു തലമുറ എന്ന് പറയുന്നത് തനിയെ എന്ന രൂപത്തിലാണ് എല്ലാവരും പ്രവർത്തിച്ച് ഈ പറഞ്ഞ മഹാനിദ്രയിൽ നിന്നുണർത്തിനി നിറമുള്ള ജീവിതത്തിൽ തന്നു. അവതരിപ്പിക്കുന്ന വിഷയം ജീവിതം എവരിലേക്കും പുറത്തും. സജ്ജന മാഡം, പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ്. അമ്മയ്ക്കിത് മനസ്സിലാവില്ല. എനിക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയാനും തോന്നുന്നില്ല. പക്ഷെ അവൻ പറയുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഒരു ശരിയായ കുടുംബത്തിനകത്ത് വളരാത്തതിന്റെ കുഴപ്പം എനിക്കെന്നാണ് അമ്മ ചിരിക്കുന്നത്. അതുകൊള്ളാം. ഒരു പരമ്പരാഗതമായ കുടുംബത്തിനകത്ത് നീ വളരാതിരിക്കണം എന്നാണ് ഞങ്ങളെ അന്നും ഇന്നും ആഗ്രഹിച്ചിരുന്നത് മകൾ. പക്ഷെ അച്ഛന് കാര്യങ്ങളൊക്കെ മനസ്സിലാവുമായിരുന്നു. അമ്മ കളിയാക്കലോടെ മനസ്സിലാക്കാൻ ഇപ്പൊ കൂടുതലായിരുന്നു മാത്രം. നമ്മുടെ പരിചയക്കാർക്ക് വരാനും മിണ്ടാനും ഉള്ളത് കഴിക്കാനുള്ള ഒരു ഇടമായിരുന്നല്ലോ നമ്മുടെ വീട്. മകൾ ഓർമ്മയിൽ നിന്ന് അവർക്കിടയിലാണല്ലോ ഞാൻ കൈകാലിട്ടടിച്ച് വളർന്നത്. തളിരല്ലുകൾ കരിയും മണമോ തറയുന്നു നാടികൾ മലരുരുകി ഒലിക്കും നിറമോ നിറയുന്നു ദിക്കുകളിൽ. പക്ഷെ ശകുന്തളയുടെ കാലടിപ്പാടുകള് ദുഷ്യന്തന് കൃത്യമായിട്ട് മനസ്സിലാവും. കാരണം ജഗനഭാരം കൊണ്ട്, ജഗനഭാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരക്കെട്ടിന്റെ ഭാരം തന്നെ. നമുക്ക് വേണമെങ്കിൽ ഗ്രാമ്യ ഭാഷയില് ചന്തിയുടെ കനം എന്നൊക്കെ പറയാം. അതുകൊണ്ട് ആഴത്തില് ഭൂമിയില് ശകുന്തള നടക്കുന്ന സമയത്ത് കാൽപാദങ്ങൾ പതിയും. ആ കാൽപാദം ശകുന്തളയുടേതാണ് എന്ന് ദുഷ്യന്തന് തിരിച്ചറിയും.
അത്രയും. പക്ഷെ അങ്ങനെയുള്ളത് ഈ കുമാരനാശൻ പറയുന്നുണ്ടല്ലോ, ഈ കരുണയിൽ പറയുന്നുണ്ട്, ആകാശത്തേക്ക് പറക്കാൻ രംഭയാണ്, വാസ്തവത്തെ രംഭയാണ്. സ്വർലോക സുന്ദരി ഭൂമിയിലേക്ക് വന്നിരിക്കുകയാണ്, പക്ഷെ തിരിച്ച് ആകാശത്തേക്ക് പറക്കാൻ പറ്റുന്നില്ല. ക്ഷോണീ രംഭയാണ്, നിതംബ ഗുരുതയാൽ ആകാശത്തേക്ക് പറക്കാൻ പറ്റുന്നില്ല. അതും അരക്കെട്ടിന്റെ ഭാരം കൊണ്ട് പറക്കാൻ പറ്റാണ്ട് ഇങ്ങനെ ഇവിടെ തന്നെ ഭൂമിയിൽ തന്നെ നിൽക്കേണ്ടി വന്ന ഗതികേടിനെ കുറിച്ചും അതിൽ പറയുന്നുണ്ട്. പക്ഷെ ആശാന്റെ സ്ത്രീ കഥാപാത്രങ്ങള് മുന്നോട്ട് എക്സിക്യൂട്ടീവ് എഡിറ്ററും എഴുത്തുകാരനുമായ സിജു ജേക്കബിന്റെ പ്രണയാതരങ്ങളോടെ എന്ന പുസ്തകത്തിന്റെ 4ാം പതിപ്പാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്നത്. സ്വന്തം പത്രമായ മലയാളി പത്രം നടത്തുന്ന അതേ ആവേശത്തോടും സന്തോഷത്തോടും കൂടിയാണ് ഈ കുടുംബത്തിലേക്ക് ഞാൻ കടന്നു വന്നിരിക്കുന്നത്. വരും കാലങ്ങളിൽ ഈ പത്രത്തിന് കൊണ്ടുവന്നതാണ് വിഭജിക ഗ്രന്ഥശാലയുടെ 10ാമത് വാർഷികം അടുത്ത വർഷമാണ് 2026. 2014 നമ്മുടെ മുഖ്യ അതിഥിയായിട്ടൂടെ എത്തിയിട്ടുള്ള ബെന്യാമിൻ സാർ തന്നെയാണ് വിഭജിക ഗ്രന്ഥശാല ഉദ്ഘാടനം ചെയ്തത്. നല്ലൊരു കവിതയാണ്. ഞങ്ങളുടെ പരിപാടിയുടെ പേര് ദശകം എന്നാണ്. പരിസ്ഥിതി, മാനവികത, സാംസ്കാരികം, കല, സാഹിത്യം എന്നീ പരിപാടികളിലൂടെയാണ് അടുത്ത വർഷം വിഭജിക ഗ്രന്ഥശാല ഈ ദശകം എന്ന പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ദീർഘിപ്പിക്കുന്നില്ല. ഒരു 2 വരി കുഞ്ഞു കവിതയാണ്. ഇലകൾ കൊണ്ട് തൊടുമെന്ന് കരുതുന്ന മകറ്റി നട്ട വൃക്ഷങ്ങൾ ഭൂമിക്കടിയിൽ വേരുകൾ കൊണ്ട് കെട്ടിപ്പിടിക്കുന്നുവെന്ന്. നമ്മൾ ഈ പരസ്പരം അകറ്റി നട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, വർഗത്തിന്റെ പേരിൽ, വർണ്ണത്തിന്റെ പേരിലൊക്കെ അകറ്റി നടക്കുന്ന മനുഷ്യരെങ്ങനെയൊക്കെയാണ് സ്നേഹം കൊണ്ട് ഉള്ളിലിങ്ങനെ കെട്ടിപ്പിടിക്കുന്നത് എന്ന് പറയുന്ന ഒരു അനുഭവം, ഒരറിവ് നമുക്കൊരു കവിത നമുക്ക് മുമ്പിൽ പറഞ്ഞു തരികയാണ്. ഈ അറിവ് നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ കുറേ ഡേറ്റകൾ ശേഖരിച്ചു വെച്ചാൽ കിട്ടുന്നതല്ല. ഇതിനാണ് നമ്മൾ സാഹിത്യത്തോട് നമ്മൾ കൂടുതൽ അടുക്കുകയും നമ്മൾ അതിനോട് ബന്ധം പ്രാപിക്കുകയും നമ്മുടെ കുട്ടികളെ കൊണ്ട് സാഹിത്യ കൃതികൾ വായിപ്പിക്കുകയും കഥകൾ വായിപ്പിക്കുകയും ഒക്കെ ചെയ്യണമെന്ന് പറയുന്നു. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും സന്തോഷം നിറഞ്ഞതാണ്, അല്ലെങ്കിൽ വിജയങ്ങൾ നിറഞ്ഞത് മാത്രമാണ് എന്ന ഒരു തെറ്റായ ധാരണ നിലനിൽക്കുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. ഞാൻ കേരളത്തിൽ കുട്ടികളോടൊക്കെ സ്കൂളിലൊക്കെ സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, എപ്പോഴും നമ്മൾ ആ കുട്ടികളെ മുഴുവൻ പറഞ്ഞു പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങളുടെ ജീവിതം 100% വിജയങ്ങൾ നേടാൻ വേണ്ടി മാത്രമുള്ളതാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരുപാട് നോവുകൾക്കിടയിലും